ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് നാളെ ഏതാണ് എക്സാം വരുന്നത്? ഇംഗ്ലീഷാണ് വരുന്നത് അല്ലേ? അപ്പം ടീച്ചർ കൂട്ടുകാർക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ എക്സാമിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഒരു വീഡിയോ ക്ലാസ് നമ്മുടെ ചാനലിലോട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ കൂട്ടുകാരും അതിരുന്നിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ ആ ക്ലാസ് കൂടി മക്കൾ കാണുകയാണെങ്കിൽ നാളത്തെ പരീക്ഷയ്ക്ക് കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും മുഴുവൻ മാർക്കും തന്നെ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാ കൂട്ടുകാരും കാണണേ മറക്കാതെ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ പരീക്ഷയിലോട്ട് പോവാം. കൂട്ടുകാർക്കുള്ള ആദ്യത്തെ ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ഡു അക്കോർഡിംഗ്ലി. അതായത് നിങ്ങൾ ടീച്ചർ പറയുന്നത് അനുസരിച്ച് അതേ രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മക്കൾക്ക് ടീച്ചർ ഇവിടെ എന്ത് ചെയ്യും, കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും. ഒന്നുമില്ല, മക്കൾ അവിടെ ഒരു പിക്ചർ കണ്ടോ? ആ കാര്യങ്ങളാണുള്ളത്. ഒരു ട്രീ ഉണ്ട് അല്ലേ? ട്രീയുടെ താഴെയായിട്ട് എന്തുണ്ട്? ഒരു പോണ്ട് ഉണ്ട്. പിന്നെ അവിടെ ഒരു കുട്ടിയെ കാണുന്നില്ലേ മക്കൾ? അതാരാണ്? ആ ഗേൾ ആരാണ്? നമ്മുടെ സി ആണ് ആ ഗേൾ കേട്ടോ. അതുപോലെ തന്നെ ആ ബോയ് ആരാണ്? നമ്മുടെ റോബോട്ട് യൂണിറ്റ് പഠിച്ചിട്ടില്ലായിരുന്നോ? അപ്പോൾ അതിലുള്ള ബോയും അതുപോലെ തന്നെ നമ്മുടെ സി ആണ് ആ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കളെടുത്ത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മക്കളെടുത്ത് ആ ഒരു ട്രീക്ക് യോജിച്ച രീതിയിൽ നിറം നൽകാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കളർ ദി ട്രീ എന്ന് പറയൂ കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യണം, ട്രീക്ക് മാച്ച് ആവുന്ന രീതിയിൽ കളർ കൊടുക്കണം. അപ്പം നിർബന്ധമായിട്ടും മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കളർ പെൻസിൽ കയ്യിൽ കരുതുക കേട്ടോ. നിറം നൽകാനായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, പിന്നെ മക്കളെടുത്ത് പറയുന്നത് ആ ഒരു മരത്തിൻ്റെ താഴെയായിട്ട് ഒരു ബൈസിക്കിൾ വരയ്ക്കാനാണ് കേട്ടോ. അതായത് ഒരു സൈക്കിളിൻ്റെ പിക്ചർ വരയ്ക്കാൻ. ഡ്രോ എ ബൈസിക്കിൾ അണ്ടർ ദി ട്രീ എന്നാണ് പറഞ്ഞത്. അപ്പം മരത്തിന് താഴെയായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഒരു സൈക്കിളിൻ്റെ പിക്ചർ വരയ്ക്കണം. പിന്നെ മക്കളെടുത്ത് പറയുന്നത് 2 ബേർഡ്സ് എന്ത് ചെയ്യുക, പറന്ന് പോകുന്ന രീതിയിൽ ചിത്രം വരയ്ക്കാനാണ്. 2 കിളികൾ എന്ത് ചെയ്യുക, ആകാശത്തിലൂടെ പറന്ന് പോകുന്ന രീതിയിൽ ആ ഒരു പിക്ചറിലോട്ട് വരച്ച് ചേർക്കാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോണ്ട് കണ്ടോ? ആ പോണ്ടിൽ കുറച്ച് ഫിഷിനെ കൂടി വരയ്ക്കാൻ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് മീനുകൾ കൂടി ആ ഒരു പോണ്ടിൽ വരയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരിക. അപ്പോൾ ഈ കാര്യങ്ങൾ ടീച്ചർ പറയുന്നതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം, അവിടെ വരച്ച് ചേർക്കുകയും നിറം നൽകുകയും ചെയ്യണം. എല്ലാ കൂട്ടുകാരും ചെയ്യില്ലേ? കറക്റ്റ് എത്ര എണ്ണമാണോ പറയുന്നത്, 2 ബേർഡ്സിനെയാണ് നമുക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് എത്രയാണോ എണ്ണം പറയുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം മക്കൾ വരയ്ക്കാനും നിറം നൽകാനും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പ്രവർത്തനത്തിന് 5 മാർക്കും കിട്ടിയില്ലേ? കിട്ടിയെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരുടെ പേരും നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ടൂടെ മറക്കരുതേ. ഓക്കെ മക്കളെ, ഇനി വേഗം നമുക്ക് നമ്മുടെ 2ാമത്തെ ആക്ടിവിറ്റി നോക്കാം അല്ലേ? ആക്ടിവിറ്റി 2. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് മറ്റു കുറച്ച് കാര്യങ്ങളോട് ടീച്ചർക്ക് പറയാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സി എ ഇല്ലേ, നമ്മുടെ സി എ എന്ത് ചെയ്തു, ആ ബോയ്ക്ക് റോബോട്ടിനെ കൊടുത്തു, ഗിഫ്റ്റായിട്ട് റോബോട്ടിനെ കൊടുത്തു. ആ റോബോട്ട് എന്തായിട്ട് മാറി? ഒരു വീൽ ചെയർ ആയിട്ട് മാറിയില്ലേ? അങ്ങനെ നമ്മുടെ ബോയ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? വീൽ ചെയറിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി. അങ്ങനെ നമ്മുടെ ബോയ് എന്ത് ചെയ്തു, ഈ ഒരു വീൽ ചെയറൊക്കെ കിട്ടിയപ്പോൾ അവൻ അതും കൊണ്ട് നമ്മുടെ അമ്മയുടെ അടുത്ത് പോയി, ബോയുടെ അമ്മയുടെ അടുത്ത് പോയി കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബോയും അതുപോലെ തന്നെ അവൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് മക്കളടുത്ത് പറഞ്ഞത് എന്താണ്? കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. ആരൊക്കെ തമ്മിലാണ്? ദി ബോയ് ആൻഡ് ദി മദർ അല്ലേ? ബോയും അവൻ്റെ അമ്മയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമ്മുടെ അമ്മ ആദ്യം ആ ഒരു ബോയെ കണ്ടപ്പം തന്നെ ചോദിച്ചു അല്ലേ, അവൻ എന്തിലോ ഇരുന്നിട്ട് വരികയാണ്. എന്തിലാണ് ഇരിക്കുന്നത്? വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അമ്മ ചോദിച്ചു, വാട്ട് ഈസ് ദിസ് ഡിയർ? ഇതെന്താണ് മോനെ അല്ലേ? ഇതെന്താണ് മോനെ എന്നുള്ള കാര്യം നമ്മുടെ ബോയുടെ അടുത്ത് ചോദിച്ചു അല്ലേ? അപ്പോൾ അവൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ദിസ് ഈസ് വീൽ ചെയർ. ഇതെന്താണ്? വീൽ ചെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് മക്കൾ അവിടെ ബോയുടെ നേരെ ആ ഒരു ഡയലോഗ് ബോക്സിൽ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് പിന്നീട് അമ്മ എന്താ ചോദിച്ചത് നോക്കിക്കേ. ഹൂ ഗേവ് യു ദിസ്? ഇത് നിനക്ക് ആരാണ് തന്നത് എന്ന് ചോദിച്ചു അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ആൻസർ. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞൂല്ലേ, ആരാണ് അവനത് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്? സി ആണ് അവനത് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മുടെ ബോയ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? സി ആണ് എനിക്കിത് തന്നത് എന്ന് നമ്മുടെ മദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. കൂട്ടുകാർക്ക് മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ട് പറ്റുന്ന ഒരു കോൺവെർസേഷനാണ് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ആക്ടിവിറ്റിക്കും എല്ലാ കൂട്ടുകാരും
മുഴുവൻ മാർക്ക് മേടിക്കില്ലേ? ഓക്കെ മക്കളെ, എങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, ആക്ടിവിറ്റി 3 നോക്കിക്കേ. ദി ബോയ്സ് ഗിഫ്റ്റ് അല്ലേ, ദി ബോയ്സ് ഗിഫ്റ്റ്. കളർ ആൻഡ് ഡിസ്ക്രൈബ് ദി ഡോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ സിയ ബോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലോ, റോബോട്ടിനെ കൊടുത്തിട്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്തു, അവൻ്റെ അമ്മ എന്ത് ചെയ്തു, സിയയ്ക്കും തിരിച്ചു ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഡോളിനെ നമ്മുടെ സിയയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡോളിൻ്റെ പിക്ചറാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. മക്കളടുത്ത് പറഞ്ഞത് എന്താണ്, കളർ ആൻഡ് ഡിസ്ക്രൈബ് ദി ഡോൾ. ആ ഒരു ഡോളിൻ്റെ പിക്ചർ കളർ ചെയ്യാനും അതിനുശേഷം അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മകളെ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം അതിൽ. അതെന്താണ് സാധനം, ഡോളാണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ഇങ്ങനെ തുടങ്ങാം. ദിസ് ഈസ് എ ഡോൾ അല്ലേ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡോൾ അല്ലേ. പിന്നെ അതുപോലെ ആ ഡോളിന് ബ്ലൂ ഐസ് ആണല്ലേ, ഇറ്റ് ഹാസ് 2 ബ്ലൂ ഐസ് എന്ന് മക്കൾക്ക് എഴുതാം. പിന്നെ അതുപോലെ ഡോളിന് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ ഡാൻസ് അല്ലേ, ഡോൾ ക്യാൻ ഡാൻസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോളിന് പാട്ട് പാടാനും കഴിയും. അപ്പോൾ എന്ത് എഴുതാം, ഇറ്റ് ക്യാൻ സിങ് എന്നും ഒക്കെ എഴുതാം അല്ലേ. അപ്പം ഇതേ രീതിയിൽ പിന്നെ അതുപോലെ നമ്മുടെ ഡോളിന് നിങ്ങൾ ഏത് നിറമാണോ കൊടുക്കുന്നത്, അപ്പോൾ അവളുടെ ഉടുപ്പിന് ഇന്ന കളറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. സിയാസ് ഡയറി. ഹിയർ ഈസ് ദി ഡയറി ഓഫ് സിയ. റീഡ് ഹെർ ഡയറി. അപ്പോൾ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സിയയുടെ ഡയറി അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ആദ്യം നിങ്ങളെടുത്ത ഡയറി വായിക്കാനാണ് പറഞ്ഞത്. നോക്കിക്കേ. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഐ ഗോട്ട് എ ഡോൾ. ദി ബോയ്സ് മദർ ഗേവ് മീ ദി ഡോൾ. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഐ ലൈക്ക് ദി ഡോൾ അല്ലേ. നമ്മുടെ സി എന്ത് പറഞ്ഞു, ഐ ആം വെരി ഹാപ്പി ടുഡേ. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് അല്ലേ. എനിക്ക് എന്ത് കിട്ടി, ഐ ഗോട്ട് എ ഡോൾ. എനിക്കൊരു ഡോൾ കിട്ടിയിട്ടുണ്ട്. ദി ബോയ്സ് മദർ ഗേവ് മീ ദി ഡോൾ. ആ ഒരു ബോയുടെ മദറാണ് എനിക്ക് എന്ത് തന്നത്, ഡോൾ തന്നത് അല്ലേ. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. അതിനെന്ത് ചെയ്യാൻ പറ്റും, പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ പറ്റൂലേ. ഐ ലൈക്ക് ദി ഡോൾ. എനിക്ക് എന്താണ്, ആ ഡോളിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിയയുടെ ഡയറി. ഇനി മക്കളടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഗിവ് ടിക്ക് മാർക്ക് ടു ദി കറക്റ്റ് വൺ ആൻഡ് എ ക്രോസ് മാർക്ക് ടു ദി ഇൻകറക്റ്റ് വൺ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയവിടെ നേരെ ടിക്ക് മാർക്ക് ഇടാനും തെറ്റായവിടെ നേരെ ഇൻറ്റു മാർക്ക് ഇടാനും അഥവാ ക്രോസ് മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ നോക്കൂ. സിയ ഈസ് ഹാപ്പി. സിയ ഭയങ്കര ഹാപ്പിയാണ്. കറക്റ്റാണോ മക്കളെ? അതെല്ലേ, അവൾ ഭയങ്കര ഹാപ്പിയാണെന്ന് നമ്മുടെ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം മക്കൾ, ടിക്ക് ഇടണം അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. സിയ ലൈക്സ് ദി ഡോൾ. സിയയ്ക്ക് ആ ഡോളിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ശരിയാണോ? അതെല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെയും ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്ത നോക്കിക്കേ. ദി ബോയ് ഗോട്ട് എ ഡോൾ. ബോയ്ക്ക് എന്ത് കിട്ടി, ഒരു ഡോളിനെ കിട്ടി. അതാണോ മക്കളെ? ആർക്കാണ് ഡോളിനെ കിട്ടിയിട്ടുള്ളത്, നമ്മുടെ സിയയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് റോങ് ആണ്, അവിടെ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ദി ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഡോളിന് എന്ത് ചെയ്യാൻ പറ്റും, പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ പറ്റും. അത് കറക്റ്റ് ആണോ? അതേ അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. സിയാസ് മദർ ഗേവ് ദി ഡോൾ. സിയാസ് മദറാണ് ഡോളിനെ കൊടുത്തത്. ആണോ? മദറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സിയയുടെ മദറാണോ? അല്ല അല്ലേ, ബോയുടെ മദറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസും എന്താണ്, റോങ് ആണ് അല്ലേ. അവിടെ മക്കൾ ക്രോസ് മാർക്ക് വേണം ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയായിരുന്നു അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇതിനുള്ള ആൻസറൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. മക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, അതിനുള്ള ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനായിട്ടുണ്ട്. നമ്മൾ 1 lakh ഫാമിലി ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സാം കഴിയുന്നതിന് മുന്നേ ആയിട്ട് 1 lakh ഫാമിലി ആയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം കഴിയുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്തിട്ട് 1 lakh ഫാമിലി ആക്കാനായിട്ട് മറക്കരുതേ. ആക്ടിവിറ്റി 5 ഡോൾ സോങ്. നമുക്കവിടെ ഒരു സോങ് തന്നിട്ടുണ്ട്. മക്കളടുത്ത് പറഞ്ഞത് ഇതാണ്, കംപ്ലീറ്റ് ദി ലൈൻസ് ഓഫ് ദി സോങ്. ആ ഒരു പാട്ടിലെ വരികൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഡോളാണ് പറയുന്നത്. എന്താ പറഞ്ഞത് നോക്കിക്കേ. ഐ ആം എ ഡോൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട്, ഐ ലൈക്ക് ടു ഡാൻസ്, ടിപ്പ് ടാപ്പ് ടൂപ്പ്, ടിപ്പ് ടാപ്പ് ടോപ്പ് അല്ലേ. അപ്പം ഇതേ രീതിയിൽ നമ്മളെ ഗേൾ അല്ലേ, നമ്മുടെ സിയ പറയുന്ന ഒരു സോങ് കൂടി അവിടെ തന്നിട്ടുണ്ട്. പക്ഷെ അതിലെന്താണ്, 1-2 ലൈൻസ് മിസ്സിങ് ആണ്. അവിടെ മക്കളെ കംപ്ലീറ്റ് ചെയ്യണം. ഒന്നുമില്ല, നമ്മുടെ ഡോള് പറയുന്ന അതേ കൂട്ടനെ നമ്മുടെ സിയയും പറഞ്ഞാൽ മതി. എന്താണ് സിയ പറഞ്ഞത് നോക്കിക്കേ. ഐ ആം എ ഗേൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ഡോൾ എന്ത് പറഞ്ഞു, ഐ ലൈക്ക് ടു ഡാൻസ്.
അവിടെ മക്കൾ എന്ത് മാറ്റിയാൽ മതി? സി എന്ത് പറഞ്ഞാൽ മതി? ഐ ലൈക്ക് ടു സിങ് എന്ന് പറഞ്ഞാൽ മതിലേ. നമ്മുടെ സി ഏതാ മൈക്കൊക്കെ പിടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് തന്നത്. അപ്പം മക്കൾ എന്ത് ചെയ്താൽ മതി? ഐ ലൈക്ക് ടു സിങ് എന്ന് എഴുതിയാൽ മതി. സിങ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടൂലേ, നമ്മുടെ സിയുടെ ഡയറിയിൽ ആ വേർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് നോക്കി എഴുതിയാലും മതി കേട്ടോ. ലാസ്റ്റ് വന്ന് നോക്കിക്കേ, ലാ ലാ ലാ. പിന്നെ നമുക്ക് കുറച്ച് കുത്തുകൾ തന്നിട്ടുണ്ട് അല്ലേ, വിട്ട ഭാഗം തന്നിട്ടുണ്ട്. അവിടെ മക്കൾ എന്ത് തന്നെ എഴുതിയാൽ മതി? ലാ 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 എന്ന് എഴുതിയാൽ മതി അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. എന്നിട്ട് നാളെ എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.